ഏതായാലും ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആശങ്കകൾ ലോകത്ത് പരക്കുന്നുമുണ്ട്. ഇതിനിടെ കിരൺ ബാബു തുടരുന്നുണ്ട്. കിരണ്, ഇതിനിടെ ട്രംപിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ ട്രംപ് വീണ്ടും പറയുന്നുണ്ട് സമാധാനത്തിനുള്ള സമയമായി, സമാധാന ശ്രമങ്ങൾ ആരംഭിക്കാനുള്ള സമയമായി. പക്ഷേ അപ്പോഴും നെതന്യാഹുവിൻ്റെ പരാമർശം അമേരിക്കയുടെ പരോക്ഷ പിന്തുണയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. അത് തുറന്നു പറയാൻ ട്രംപ് തയ്യാറാകുന്നുമില്ല. അങ്ങനെ എടുക്കുന്ന നിലപാട് അത് ഏതെങ്കിലും തരത്തിലുള്ള സമവായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ സൂചനകൾ കൂടിയായി കാണാമോ? രഞ്ജിത്ത്, അത്തരമൊരു നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ട്രംപ് താൻ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ് എന്നൊരു പ്രതിച്ഛായ അദ്ദേഹം സൃഷ്ടിക്കാൻ തുടക്കം മുതൽ ശ്രമിക്കുന്നുണ്ട്. അത് ഇസ്രായേലിൻ്റെ കാര്യത്തിലായാലും അത് നേരത്തെ ഉണ്ടായ ഗസയുടെ വിഷയത്തിലൊക്കെ ആയാലും എല്ലാ വിഷയങ്ങളിലും അത്തരം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ വിഷയത്തിലൊക്കെ ട്രംപിൻ്റെ ഇടപെടലാണ് കൊണ്ടാണ് യുദ്ധത്തിലേക്ക് പോകാതെ രണ്ടുപേരും വെടിനിർത്തലിലേക്ക് പോയതെന്നൊക്കെയാണ് ട്രംപിൻ്റെ അവകാശവാദം. പക്ഷേ മറ്റ് രാജ്യങ്ങളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രാജ്യങ്ങളൊന്നും അത്തരം അവകാശവാദങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഇവിടെയും ട്രംപ് അത്തരമൊരു അവകാശവാദം ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. രണ്ടു കൂട്ടരും സമാധാനത്തിലേക്ക് പോകണം, താൻ അത്തരം കാര്യങ്ങളിലൊക്കെ അതിശക്തമായി തന്നെ ഇടപെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും അമേരിക്ക ഇസ്രായേൽ ലോകത്ത് ഏറ്റവും ശക്തമായ രീതിയിൽ സാമ്പത്തിക ബന്ധവും ശക്തമായ രീതിയിലേക്ക് പ്രതിരോധ ബന്ധവും തന്ത്രപരമായ ബന്ധവും ഒക്കെയുള്ള രണ്ട് പ്രധാനപ്പെട്ട ശക്തികളാണ് അമേരിക്ക ആയാലും ഇസ്രായേൽ ആയാലും. അത്തരം ഒരു ബന്ധം എപ്പോഴും അമേരിക്കയ്ക്കും ഇസ്രായേലുണ്ട്. ഇതെല്ലാം പറയുമ്പോഴും യുദ്ധത്തിൽ അല്ലെങ്കിൽ ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണത്തിൽ തനിക്ക് പങ്കില്ല, അമേരിക്കയ്ക്ക് പങ്കില്ല എന്നൊക്കെ പറയുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ആക്രമണം മറ്റു ഭാഗത്തേക്ക് വന്നാൽ അതിശക്തമായി തന്നെ ഇസ്രായേലിനൊപ്പമായിരിക്കും അമേരിക്ക എന്നതുകൂടി ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഇത്തരം ഒരു മധ്യസ്ഥ ശ്രമത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. ഖത്തറും അത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും തൽക്കാലം പാലിക്കപ്പെട്ടിട്ടില്ല. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട് ഒരു ഭാഗത്ത് ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ എവിടെയാണ് ഇത്തരം ഒരു സമാധാന നീക്കം എന്നുള്ളത്. മറുഭാഗത്ത് ഇറാനിലെ ഭരണകൂടത്തെ മാറ്റുക എന്നുള്ള ഒരു പരോക്ഷമായ ലക്ഷ്യം കൂടി അല്ലെങ്കിൽ പ്രത്യക്ഷമായി നേരത്തെ പ്രഖ്യാപിച്ച ഒരു ലക്ഷ്യം കൂടിയാണ് ആയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അതേ ഒരു ഈ മത നേതാക്കന്മാർക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു ഇറാൻ പരമ്പരാഗതമായി തുടരുന്ന അധികാര സംവിധാനം, ആ സംവിധാനത്തെ മാറ്റി പുതിയൊരു അധികാര സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, അവിടുത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും അത് ആഗ്രഹിക്കുന്നു എന്ന മട്ടിലൊക്കെയാണ് ഇസ്രായേൽ പറയുന്നത്. അത്തരം ഒരു നീക്കം വരുന്നതുവരെ അല്ലെങ്കിൽ അത്തരം ഒരു ലക്ഷ്യം സാധ്യമാകുന്നതുവരെ ഈ പോരാട്ടം അല്ലെങ്കിൽ ഈ യുദ്ധം തുടരും എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ അത്തരം ഏതെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം G7 ഉച്ചകോടി നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഉച്ചകോടി നടക്കുമ്പോൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയൊക്കെ തലവന്മാർ ഒത്തുചേരുന്നതാണ്. അവിടെ ഇത്തരമൊരു യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഇപ്പോൾ തന്നെ ഇസ്രായേൽ പ്രതീക്ഷിച്ചതിനും 10 മടങ്ങ് കരുത്തോടു കൂടിയുള്ള തിരിച്ചടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ സാധാരണക്കാരുടെ ജീവിതത്തെ അടക്കം അത് ബാധിക്കുന്ന ടെല്ലവീവ് പോലെ ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ, ഹൈഫ പോലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ അങ്ങനെ ഇസ്രായേലിലെ ജനങ്ങളെ പകൽ സമയത്ത് സ്കൂളുകൾക്ക് അവധി നൽകി, ഓഫീസുകൾക്ക് അവധി നൽകി, ജനങ്ങൾക്ക് ബങ്കറുകളിൽ കഴിയേണ്ട അവസ്ഥയിലേക്കൊക്കെ ആ രാജ്യത്തെ ജനങ്ങളെ കൊണ്ടുപോകേണ്ട ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ ഒരു ഏതെങ്കിലും വിട്ടുവീഴ്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു സമവായത്തിനോ ഒക്കെ ഉള്ള സാധ്യതകൾ കൂടി കാണുന്നുണ്ട്. അപ്പോൾ G7 ഉച്ചകോടി നടക്കുമ്പോൾ G7 പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നീക്കം ഇരു രാജ്യങ്ങളുമായും ബന്ധപ്പെട്ട് ഉണ്ടാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ മറ്റ് രാജ്യങ്ങൾക്കടക്കം, ഈ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കടക്കം സാമ്പത്തികമായും ലോക ഓഹരി വിപണിയിലടക്കം വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുന്നതാണ്. അത് ആഗോളതലത്തിൽ പലതരത്തിൽ രാജ്യങ്ങളെ പ്രയാസത്തിലേക്കൊക്കെ നയിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നും യുദ്ധത്തിലേക്ക് പോകാതെ അത് അവസാനിക്കുമെന്നുള്ള ഒരു പൊതുവായ പ്രതീക്ഷ ലോകത്തിന് ഇപ്പോഴുമുണ്ട്. ശരി. ഇതിനിടയിൽ നമുക്കറിയാം ഇറാൻ സംഘർഷത്തിനിടയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ആശങ്ക ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുമുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ ഇന്ത്യൻ എംബസിക്ക് കത്തയച്ചു എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 1500ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇറാനിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവരിൽ പലരും കശ്മീർ മുതലുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശ്രീജ ശ്യാം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശരിയാണ്. ശ്രീജ, എംബസിക്ക് ഇവർ കത്തയച്ചിരിക്കുന്നു. കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കണം എന്നുള്ളതും ഭക്ഷണവും വെള്ളവും ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതും മറ്റുമാണ്. കാരണം അവിടെ എല്ലാ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളടക്കം തകരാറിലായ പശ്ചാത്തലം കൂടിയുണ്ട്. ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എംബസിയുടെ ഭാഗത്തു നിന്ന്?
ഇതുവരെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല. പക്ഷേ കൃത്യമായി ഈ വിദ്യാർത്ഥികളുമായി ഇന്ത്യൻ എംബസി ആശയവിനിമയം നടത്തുന്നുണ്ട് രഞ്ജിത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇറാനിലേക്ക് പ്രധാനമായും പഠിക്കാനായി പോകുന്നത്, മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി പോകുന്നത് ജമ്മു കശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. വളരെ കുറഞ്ഞ ചെലവിൽ മെഡിക്കൽ വിദ്യാഭ്യാസം നടത്താൻ കഴിയുമെന്നതുകൊണ്ടാണ് ഈ ജമ്മു കശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രധാനമായും ഇറാനെ ആശ്രയിക്കുന്നത്. ആ കുട്ടികളാണ് വലിയ പ്രതിസന്ധിയിലായിട്ടുള്ളത്. അങ്ങനെ കഴിഞ്ഞ 3 ദിവസങ്ങളായി എംബസിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശമായിരുന്നു. കഴിയുന്നതും പുറത്തിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നൊരു നിർദ്ദേശം ഇവർക്ക് എംബസി നൽകിയിരുന്നു. അത് ഇവർ പാലിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 ദിവസമാവുമ്പോഴേക്കും സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാവുന്നുണ്ട്. പല വിദ്യാർത്ഥികളും പറയുന്നതായി ദേശീയ മാധ്യമങ്ങളൊക്കെ കോട്ട് ചെയ്യുന്നുണ്ട്. ഉറങ്ങാൻ കഴിയുന്നില്ല, അവർക്ക് ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ ലഭിക്കുന്നില്ല. ഈ സുരക്ഷിത സ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ വീടിനുള്ളിൽ നിന്ന്, അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ എയർ സ്പേസ് അടച്ചിട്ട സാഹചര്യത്തിൽ ഇവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് രാജ്യത്തേക്ക് എത്തിക്കുക എന്നൊരാവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. പക്ഷേ എയർ സ്പേസ് അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് എളുപ്പമല്ല. പിന്നെ ഉള്ള ഒരു വഴി നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതുപോലെ യുക്രൈൻ വാറിൻ്റെ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, മറ്റ് രാജ്യങ്ങൾ വഴി ഇവരെ പുറത്തേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ്. വേണ്ടി വന്നാൽ അങ്ങനെയുള്ള ഒരു വഴിയിലേക്ക് വരെ പോകാൻ ഇന്ത്യൻ എംബസി ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അർമേനിയ വഴി ഇവരെ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കും. പക്ഷേ നിലവിൽ ഇപ്പോഴും ഇവർക്കായി ഒരു ഡെഡിക്കേറ്റഡ് ടെലഗ്രാം ഗ്രൂപ്പ്, ഇവരുടെ കാര്യങ്ങളും ആശങ്കകളും ഇവർക്കുള്ള നിർദ്ദേശങ്ങളും നൽകാൻ വേണ്ടി ഏറ്റവും ആധികാരികമായ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പ് വഴി കൃത്യമായ കാര്യങ്ങൾ കുട്ടികളെ അറിയിക്കുന്നുണ്ട്. നിലവിൽ എംബസിയുടെ ഭാഗത്തുനിന്ന് ഇതിനോടുള്ള ഒരു മറുപടി വന്നിട്ടില്ല. പക്ഷേ ഈ കുട്ടികൾ അവരുടെ ആശങ്കകൾ കാണിച്ച് ഇപ്പോൾ ഇന്ത്യൻ എംബസിക്ക് കത്തെഴുതിയിട്ടുണ്ട്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 1500ഓളം വിദ്യാർത്ഥികളാണ് ഇറാനിൽ ഉള്ളത്. അതാണ് സാഹചര്യം. ഏതായാലും ആശങ്ക പരിഹരിക്കാൻ എത്രയും വേഗമാകട്ടെ എന്ന് കരുതാം.